ടെക്നോളജി അഥവാ വിവര സാങ്കേതിക വിദ്യ ലോകത്ത് വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അനേകം അനുഭവ കഥകൾ പല പുസ്തകങ്ങളിലും നമുക്ക് വായിക്കാൻ ഇടവരാറുണ്ട്. അതിലൊരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സാമ്പത്തിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം സാധാരണ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വെയിറ്റർക്ക് $5 ടിപ്പായിട്ട് നൽകി. ഒരിക്കൽ അദ്ദേഹം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് സെർവ് ചെയ്ത വ്യക്തിക്ക് ടിപ്പായിട്ട് $5 നൽകി. അയാൾ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചായിരുന്നു. അതുകൊണ്ട് ആ വെയിറ്റർ ബിൽ ഗേറ്റ്സിനെ വളരെ ആശ്ചര്യത്തോടുകൂടി നോക്കി. ഇതാണോ തരുന്നത് എന്നുള്ള മട്ടിൽ. എന്താണ് ഇങ്ങനെ ഭാവവ്യത്യാസത്തോടുകൂടി എന്നെ നോക്കുന്നത് എന്ന് ബിൽ ഗേറ്റ്സ് ചോദിച്ചു. അപ്പോൾ വെയിറ്റർ പറഞ്ഞു, താങ്കളുടെ മകൾ കഴിഞ്ഞ ദിവസം ഇതേ ഹോട്ടലിൽ വന്നപ്പോൾ ഞാനാണ് സെർവ് ചെയ്തത്. അവൾ എനിക്ക് $500 നൽകി. ധനവാനായ താങ്കൾ വെറും $5 അല്ലേ നൽകിയത്. അപ്പോൾ അദ്ദേഹം ഈ വെയിറ്ററോട് പറഞ്ഞു, എൻ്റെ മകൾ ഒരു ധനവാൻ്റെ മകളായാണ് ജനിച്ചത്. എന്നാൽ ഞാൻ അധ്വാനിച്ചാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് പണത്തിൻ്റെ മൂല്യം എനിക്ക് നന്നായിട്ടറിയാം. ഈ സംഭവം നമ്മളോട് പറയുന്നത് പരമ്പരാഗതമായി സാമ്പത്തികമുള്ള വീട്ടിൽ ജനിക്കുമ്പോൾ പണത്തിൻ്റെ മൂല്യം അത്രയങ്ങ് മനസ്സിലാകാതെ പോയ ഒരു മകളുടെ ജീവിതാനുഭവം. പണം ഒരു വ്യക്തിയിലേക്ക് പല രൂപത്തിൽ വന്നു ചേരുന്നുണ്ട്. ചിലർക്ക് പരമ്പരാഗതമായി മാതാപിതാക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ആസ്തിയായോ സ്വത്തായോ പണമായോ സ്വർണമായോ ലഭിക്കുന്നുണ്ട്. ചിലർ അതേ തൊടാതെ ഞാൻ ആർജിച്ചെടുക്കുന്ന പണം, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മതി എനിക്ക് ചിലവാക്കാൻ, അതവിടെ നിന്നോട്ടെ എന്ന് വിചാരിക്കുന്നവർ. വേറെ ചിലർ ഇങ്ങനെയൊക്കെ എനിക്ക് സാമ്പത്തികം ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെടണത് എന്നോർത്ത് അത് തന്നെ വിറ്റും പെറുക്കിയും ജീവിക്കുന്നവരുണ്ട്. സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ സമീപനം എനിക്കെന്നും കൗതുകമുണ്ടാക്കുന്നതാണ്. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ സാമ്പത്തിക ചിന്തകൾ, അവരുടെ സംഭാഷണങ്ങളിൽ വരുന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഒപ്പിയെടുക്കാറുണ്ട്. ചിലരിങ്ങനെ പറയാറുണ്ട്, കുഞ്ഞുനാൾ മുതൽ ചിലർ കേട്ട് വളരുന്നൊരു പല്ലവിയുണ്ട്, നമ്മൾ പാവങ്ങളാണെന്നുള്ള വിചാരം വേണം, നമ്മൾ പാവങ്ങളാണെന്നുള്ള രീതിയിൽ വേണം ജീവിക്കാൻ, നമ്മളെന്നും പാവങ്ങളാണ് അവർ. ഇത് കേട്ട് കുഞ്ഞുനാൾ മുതൽ ഒരു കുട്ടി ഇത് കേട്ട് വളരുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ വളരുന്നത് എന്താണ്? ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് പാവപ്പെട്ടതായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. ചിന്ത ശരിയാണ്. ഞാൻ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചതായിരിക്കാം, പാവപ്പെട്ടതായിട്ടാണ് ഞാൻ വളർന്നത്, പക്ഷേ എന്നും പാവപ്പെട്ടതായിട്ട് തന്നെ ഞാൻ ജീവിക്കണം. ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ച് ദരിദ്രനായി മരിക്കേണ്ട അവസ്ഥയുണ്ടോ? ഒരുവൻ ദരിദ്രനായി ജനിക്കുന്നത് അവൻ്റെ കുറ്റമല്ല, എന്നാൽ ഒരുവൻ ദരിദ്രനായി മരിക്കുന്നത് അവൻ്റെയും കൂടി കുറ്റം കൊണ്ടാണ്. രണ്ടാമത് സാമ്പത്തിക ചിന്ത രസകരമായ ചിന്തയാണ്. മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ കഷ്ടപ്പെട്ട് വല്ലതൊക്കെ ഉണ്ടാക്കണത്? ഇന്ന് നല്ലതുപോലെ ജീവിച്ചുകൂടെ? മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, പക്ഷെ നമ്മൾ ഉപേക്ഷിക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ടല്ലോ. മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് ഒന്നും ചെയ്യാതിരിക്കുന്നത് മടിയുടെ ലക്ഷണമാണ്, അസൂയയുടെ ലക്ഷണമാണ്, സ്നേഹമില്ലായ്മയുടെ ലക്ഷണമാണ്. 6 അടി മണ്ണിൽ ഒതുങ്ങാനുള്ളതല്ലേ, പിന്നെ എന്തിനാണ്? അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുടെ വരികളാണിത് കേട്ടോ. സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നവരാണ് ഈ 6 അടി മണ്ണിൽ ഞാൻ ഒതുങ്ങാനുള്ളത്, പിന്നെ എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണമെന്ന്. ഞാൻ അധ്വാനിക്കുന്ന ഫലം മറ്റുള്ളവർക്ക് വിഹിതം വയ്ക്കാനും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജീവിതങ്ങളെ മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്നതെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാരസ്പരികത എന്നൊക്കെ പറയുന്നത്, അപരനെക്കുറിച്ചുള്ള ചിന്ത എന്നൊക്കെ പറയുന്നത്. സ്വാർത്ഥതയാണ്, മടിയാണ്. അതുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ 2 കൈയും പുറത്തോട്ടിട്ടിട്ടാണല്ലോ പോയത്. ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളെല്ലാം ഇവർ കോട്ടുകയും ചെയ്യും. ഇങ്ങനെ സാമ്പത്തിക രംഗത്ത്
തന്നെ തന്നെ പഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് അധ്വാനിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ അവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് പരിതപിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം പേരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ നല്ലൊരു ചിന്തയെന്ന് പറയുന്നത്, ഞാൻ ജനിച്ചത് പാവപ്പെട്ടതായിട്ടായിരിക്കാം, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇന്ന് പരിമിതമായിരിക്കാം, എന്നാൽ എൻ്റെ ജീവിതം മെച്ചപ്പെടണം എന്നുള്ള ചിന്തയാണ്. അങ്ങനെ മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു അമൂല്യമായ സമ്പത്തിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിലേക്ക് പോകുന്നത് നമ്മൾ. അത് സമയം എന്ന എപ്പിസോഡാണ്. ടൈം ഈസ് മണി എന്ന് പറയും. സമയം പണമാണ്. സമയം പണത്തിൻ്റെ മൂല്യമുള്ളതാണ്. സമയം പണമാണ്, പണത്തേക്കാൾ മൂല്യമുള്ളതാണ്. നമുക്കറിയാം, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തിയായ PT ഉഷ പങ്കെടുത്ത 1984 ഒളിമ്പിക്സിൽ PT ഉഷയ്ക്ക് തൻ്റെ സ്വർണ്ണ മെഡൽ നഷ്ടപ്പെടുന്നത് 1 സെക്കൻഡിന് 100 അംശത്തിൽ നിന്നാണ്. 1 സെക്കൻഡിന് 100 അംശത്തിൻ്റെ വ്യത്യാസത്തിൽ 400 മീറ്റർ ഹഡിൽസിൽ PT ഉഷയ്ക്ക് ഒളിമ്പ്യൻ മെഡൽ നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ സെക്കൻഡുകളുടെ വില എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ഇതുപോലെ തന്നെ പലരുടെയും ജീവിതത്തിൽ പണം സമയവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മളിപ്പോൾ വായിക്കുന്നുണ്ട്. സമയത്തിൻ്റെ വില ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. 2024 നമ്മളിന്ന് കടന്നുപോയി. 2025 നമ്മൾ ജീവിക്കുന്നു. 2026 നമുക്ക് പ്രാപ്യമായിട്ടില്ല. ദാറ്റ്സ് ഫ്യൂച്ചർ. യെസ്റ്റർഡേ ഈസ് പാസ്റ്റ്, ടുമോറോ ഈസ് അൺസർട്ടനിറ്റി. ടുഡേ, ദാറ്റ് ഇസ് ദ പ്രസൻറ്റ്. ലിവ് ഇറ്റ് ഫുള്ളി. ദൈവം ഇന്ന് തന്നിരിക്കുന്ന ഈ സമയം, ഇക്കാര്യത്തിൽ ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസം 24 മണിക്കൂർ. ചില 24 മണിക്കൂറിന് ഉപയോഗിക്കുന്ന രീതി എത്ര മനോഹരമായിട്ടാണ് ഞാൻ ഓർക്കാറുണ്ട്. എത്ര മനോഹരം. സമയം നല്ലൊരു നിക്ഷേപ മൂല്യമുള്ള വസ്തുവാണ്. ഇറ്റ് ഹാസ് വാട്ട് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ. സമയത്തെ പണത്തോട് ഉപമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പണത്തിൻ്റെ വിലയാണ്. നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കൈവശം വന്നു ചേർത്തിരിക്കുന്ന സമയം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലയോണൽ റോബിൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എക്കണോമിക്സിനെ നിർവചിച്ചിരിക്കുന്നത്, എക്കണോമിക്സ് ഇസ് എ സയൻസ് ഓഫ് ചോയ്സ്. ചോയ്സ് ഓഫ് റിസോഴ്സസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. വ്യത്യസ്തമായ ഉപയോഗമുള്ള അനേകം വിഭവങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. ദ ബെസ്റ്റ് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്ന റിസോഴ്സ് പല രീതിയിൽ ഉപയോഗിക്കപ്പെടാം. ആ റിസോഴ്സിനെ ബെസ്റ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതിനെയാണ് അതിൻ്റെ ബ്യൂട്ടിഫുൾ എക്കണോമിക്സ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റഡി ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു തിരഞ്ഞെടുപ്പാണ്. ഓൾട്ടർനേറ്റീവ് യൂസുള്ള ഒരു കാര്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. സമയത്തെ പല രീതിയിൽ ഉപയോഗിക്കാം അല്ലേ. ചിലർ ഉറങ്ങാൻ വേണ്ടി സമയമെടുക്കും, ചിലർ കളിക്കാൻ വേണ്ടി, ചിലർ കുറേ സമയം കുളിക്കാൻ വേണ്ടി. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ധാരാളം സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ദിവസം ഒരു അരമണിക്കൂറൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു വിനോദത്തിന്, ഒരു സൗഹൃദത്തിന്, ഒരു സന്തോഷത്തിന്. ഇതങ്ങനെയല്ല. കുട്ടികളെ നമ്മൾ വഴക്ക് പറയുന്നു. അവർ കളിക്കായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സമയം ഒത്തിരി കളയുന്നു. മുതിർന്ന പൗരന്മാർ പലരും യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും അഡിക്റ്റാണ്. ചെറുപ്പക്കാർ ഇൻസ്റ്റയുടെ അഡിക്റ്റാണ്. കുട്ടികൾ മൊബൈൽ ഫോണിലെ പല കളികളുടെ അഡിക്റ്റാണ്. ഇങ്ങനെ കളികൾക്കൊക്കെ സമയം കണ്ടെത്തിയിട്ട് അതുമൂലം അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടവർ, സ്വയം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ കുട്ടികൾ നമുക്ക് ചുറ്റും പെരുകുകയാണ്. ഇവിടെ ഒരു ബാലൻസ്ഡ് വ്യൂ, സമയത്തോട് ബാലൻസ്ഡ് വ്യൂ ഉണ്ടാകണം. കാരണം നമ്മൾ ഈ ലോകത്ത് എത്ര കാലം ഉണ്ടാകും എന്ന സമയത്തെ തീരുമാനമെടുത്തിരിക്കുന്നത് കർത്താവാണ്. കർത്താവ് നമുക്ക് തന്ന ഓരോ സമയം, ഓരോ ദിവസവും, ഓരോ സെക്കൻഡും അതുകൊണ്ട് ഫലഭൂയിഷ്ഠമായി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. സമയം നമുക്ക് തരുന്ന അവസരങ്ങളെ സൂര്യോദയത്തോട് ഉപമിക്കാറുണ്ട്. അതായത് മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്ന് പറയും.
മലയാളത്തിൽ പറയുകയാണെങ്കിൽ സൂര്യൻ ഉദിച്ചിരിക്കുമ്പോൾ തന്നെ, അല്ലെ പ്രകാശമുള്ളപ്പോൾ തന്നെ വൈക്കോൽ ഉണക്കുക എന്ന് പറയും. ഞാൻ ഒരിടത്ത് ഈ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ അവരാരും വൈക്കോൽ എന്താണെന്ന് കണ്ടിട്ടില്ലാത്തവരായിരുന്നു. വൈക്കോൽ എന്താണെന്ന് തന്നെ അവർക്ക് മനസ്സിലാകാത്തവരായിരുന്നു. പിന്നെ മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായി. ആധുനിക തലമുറയ്ക്ക് ഇതൊന്നും എന്താണെന്ന് തന്നെ അറിയത്തില്ലല്ലോ. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പഴമൊഴിയുടെ അർത്ഥം എന്താണ്? അവസരങ്ങൾ സൂര്യോദയം പോലെ നമ്മുടെ ചുറ്റും വന്നു കയറുന്നു. കുറച്ച് കഴിയുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന പോലെ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ അസ്തമിച്ച് മാറിപ്പോകും. സോ ഗ്രാബ് എവരി സിറ്റുവേഷൻ, ഗ്രാബ് എവരി ഒക്കേഷൻ. ഏതൊരവസരവും. ഞാൻ ഇന്നലെ ഒരു പ്രസംഗ പരിശീലന ക്ലാസ് എടുത്തിട്ടുണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പ്രസംഗങ്ങൾക്കായിട്ട് നിങ്ങളെ ആൾക്കാർ വിളിക്കാൻ നോക്കിയിരിക്കാതെ അവസരങ്ങൾ തേടിപ്പോയി പ്രസംഗിച്ച് നിങ്ങളുടെ പ്രസംഗം ഷാർപ്പാകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ലേഡി, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോട് അതെങ്ങനെ അവസരങ്ങൾ കിട്ടണമെന്ന് നമുക്ക്. ഞാൻ പറയുന്നു, അതിനാണ് എക്സ്പോഷേഴ്സ് വേണ്ടത്. എക്സ്പോഷർ. ചില സംവിധാനങ്ങളോട്, ചില സാഹചര്യങ്ങളോട് ചേർന്ന് നടക്കാൻ പഠിക്കുക. നടക്കാൻ പഠിക്കുമ്പോഴത്തേക്കും അതിനോട് അല്ല, നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളെ ആരെങ്കിലും പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അറിയുന്നത് നിങ്ങളെ? നിങ്ങൾക്ക് കഴിവുണ്ടെന്ന്, നിങ്ങൾക്ക് അറിവുണ്ടെന്നൊക്കെ ആർക്കറിയാം? അതുകൊണ്ട് ചേർന്ന് നടക്കുമ്പോഴാണ് അവസരങ്ങൾ വരുന്നത്. കിട്ടിയ അവസരങ്ങളെ അതൊരു നന്ദി പറച്ചിലാണെങ്കിലും ഞാൻ ഇവരോട് പറയുന്നു, പലതരം പ്രസംഗങ്ങളുണ്ടല്ലോ. സ്വാഗത പ്രസംഗമുണ്ട്, അധ്യക്ഷ പ്രസംഗമുണ്ട്, ഉദ്ഘാടന പ്രസംഗമുണ്ട്, അനുശോചന പ്രസംഗമുണ്ട്, അനുമോദന പ്രസംഗമുണ്ട്, നന്ദി പ്രസംഗമുണ്ട്, എന്തെല്ലാം മുഖ്യ പ്രഭാഷണമുണ്ട്, എന്തെല്ലാം പ്രസംഗങ്ങൾ. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്ദി പറയണത് മതി. ഒരു മീറ്റിങ്ങിന് നന്ദി പറയുന്നത് മതി. നിങ്ങൾ ഗ്രാബ് ഈച്ച് ആൻഡ് എവരി സിറ്റുവേഷൻ, ഈച്ച് ആൻഡ് എവരി ഒക്കേഷൻ. അങ്ങനെ വരുമ്പോൾ അവസരങ്ങൾ സൂര്യോദയമായതുകൊണ്ട് അവസരങ്ങൾ അസ്തമിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അവസരങ്ങളെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പണം ആയിട്ട് ഈ സമയത്തെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈം ഈസ് മണി. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഫോർ ദം ടൈം ഈസ് മണി. അവർ സമയത്തെ കാര്യമായി ഉപയോഗിക്കുന്ന കാണാൻ സാധിക്കും. ചിലർ വളരെ അലസമായിട്ട് രാവും പകലും കിടന്നുറങ്ങി ഒരു കാര്യത്തിൽ സമയം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ സമയത്തെ പ്രത്യേകം വിഭാഗീയതയായിട്ട് കൊടുക്കാൻ സാധിക്കണം. പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട സമയം. ദൈവത്തോടൊപ്പം ചിലവഴിക്കുക. നിങ്ങളുടെ പ്രൈം ടൈം പ്രഭാതങ്ങളാണെങ്കിൽ പ്രഭാതത്തിൽ കുറച്ച് സമയം ദൈവവുമായിട്ട് പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുക. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രൈം ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഊർജ്ജസ്വലമായിരിക്കുന്ന സമയമാണ് കേട്ടോ. അത് ആപേക്ഷികമാണ്. ചിലർക്ക് പ്രഭാതമായിരിക്കാം, ചിലർക്ക് രാത്രിയിലായിരിക്കാം. ചില കുട്ടികൾ എന്നോട് പറയാം, രാവിലെ പഠിക്കണമാണോ നല്ലത്, രാത്രി പഠിക്കണമാണോ നല്ലതെന്ന് കുട്ടികൾ എന്നോട് ചോദിക്കും. ഇറ്റ് ഡിപ്പെൻസ്. ചിലർക്ക് പ്രഭാതത്തിൽ പഠിക്കുന്നതായിരിക്കാം ഇഷ്ടം, ചിലർക്ക് അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറയുമായിരുന്നു, രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് പുള്ളി പണിയെടുക്കും, വായിക്കുക, പണിയെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ രാവിലെ താമസിച്ചിരിക്കും. രാവിലെ ഞാൻ 6 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് പോയാൽ ഞാൻ അന്നത്തെ ദിവസം മുഴുവൻ ഡള്ളായിരിക്കും. ബോഡി ആ രീതിയിൽ ട്യൂൺ ചെയ്തത് കൊണ്ടാണ് കേട്ടോ. കുഞ്ഞുനാൾ മുതൽ ശരീരത്തെ ആ രീതിയിൽ ട്യൂൺ ചെയ്തത് കൊണ്ടാണ്. ചിലർ നേരെ തിരിച്ചാണ്. മറ്റൊരു സ്ത്രീ എനിക്കറിയാം, അവരൊരു 9-9:30 ആകുമ്പോൾ ഉറങ്ങും, 4 മണിക്ക് ഉണരും. അവർ പറയുന്നു 9 മണിക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. എക്കണോമിക്സിൽ ഞങ്ങളതിനെ ഡിമിനിഷിങ് റിട്ടേൺസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു വസ്തു ആവശ്യമില്ലാതെ ആവശ്യത ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ്, പ്രതിഫലം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയും. സാമ്പത്തിക ശാസ്ത്രത്തിലെ നിയമമാണ്. സമയത്തിൻ്റെ കാര്യത്തിലും അത് വളരെ വ്യക്തമാണ്. സമയം ഉപയോഗിക്കുന്നതിൽ ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് വർക്ക് ചെയ്യുന്നു, ആപ്ലിക്കബിളാണ്. അതുകൊണ്ട് നമ്മൾ സമയത്തെ ഉപയോഗിക്കുമ്പോൾ ചില പറയത്തില്ലേ, ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ഇനി പഠിച്ചാൽ ഒന്നും തലയിൽ കയറാൻ പോണില്ല. ദാറ്റ് മീൻസ് ഡിമിനിഷിങ് റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പഠിച്ചിട്ടൊന്നും തലയിൽ കയറാൻ പോകുന്നില്ല, ഡിമിനിഷിങ് റിട്ടേൺസ്. അപ്പോൾ നമ്മുടെ പ്രൈം ടൈം കണ്ടുപിടിക്കുക. പ്രൈം ടൈമിൻ്റെ ഒരു വീതം ദൈവത്തിന് കൊടുക്കുക. പ്രൈം ടൈമിൻ്റെ നല്ലൊരു വീതം കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുക. ഇന്ന് കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്ന ഡൈനിങ് ടേബിളുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. ഇനി അഥവാ ഒന്നിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കയ്യിലും മൊബൈലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരസ്പര സംഭാഷണങ്ങളില്ല. ലിസൺ വിത്ത് ഹാർട്ട് എന്നൊക്കെ നമ്മൾ സൈക്കോളജിയിൽ പറയും. ഹൃദയം കൊണ്ട് ശ്രവിക്കുക.
പല കുടുംബങ്ങളിലും ഹൃദയം കൊണ്ട് ശ്രവിക്കുന്ന സമയം അപ്രത്യക്ഷമായി. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മറ്റ് ബന്ധങ്ങളിലേക്ക് വഴിമാറുകയാണ്. കുട്ടികൾ അവർക്ക് പറ്റിയ ഇടങ്ങളിലേക്ക് പോകുന്നു. ജീവിത പങ്കാളികൾ മറ്റ് ചില ബന്ധങ്ങളിലേക്ക് പോകുന്നു. മാതാപിതാക്കൾ ആരും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. കുടുംബം എന്നുള്ള മനോഹര സംവിധാനം ശിഥിലമാക്കപ്പെടും. സോ ടൈം ഈസ് മണി. സമയം നമ്മുടെ സമ്പത്താണെന്ന് കണ്ടെത്തുക. ഈ സമയം ആ രീതിയിൽ സൃഷ്ടിപരമായി ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ കുടുംബാംഗങ്ങളുടെ ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല. സൊദോം ഗൊമോറയിലെ ഭാഷ മനസ്സിലായില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ചില കുടുംബങ്ങളിൽ വ്യക്തികളുടെ ഭാഷകൾ, അപ്പൻ പറയുന്നത് അമ്മയ്ക്കോ മക്കൾക്കോ, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്കോ മനസ്സിലാകാത്ത വിധത്തിൽ ഭാഷകൾ ചിതറിക്കപ്പെടുന്നുണ്ട്. സമയത്തെ നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സമയം അമൂല്യമാണ്. അപ്പോൾ കുടുംബ സംവിധാനങ്ങളിലെ ഭാഷ നന്നാകണമെങ്കിൽ, ഭാഷ മനസ്സിലാകണമെങ്കിൽ പ്രൈം ടൈം നമ്മൾ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുക. ചില കുട്ടികളുണ്ട് പഠനത്തിന് വേണ്ടി അവരുടെ സമയത്തെ പ്രൈം ടൈം ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് പരീക്ഷയുടെ തലേദിവസം ആകുമ്പോൾ ആകെ വെപ്രാളം. ചില മിടുക്കരായ ആൺകുട്ടികളെ എന്നെ പരീക്ഷയുടെ തലേദിവസം വിളിക്കും. യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ തലേദിവസം എന്നെ വിളിക്കും, മിസ്സേ. ഞാൻ ചോദിക്കാം, എന്താടാ? മിസ്സ് ഇപ്പോൾ 10-20 കൊല്ലമായില്ലേ പഠിപ്പിക്കുന്നു. അതെ. നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുമെന്ന് മിസ്സിന് ഉറപ്പുള്ള ചില ചോദ്യങ്ങളില്ലേ? ഞാൻ ഉണ്ടടാ. ആ ചോദ്യങ്ങൾ മാത്രം ഇങ്ങോട്ടൊന്ന് പറഞ്ഞു തന്നെ, ഞാനൊന്ന് ഇന്ന് രാത്രി ഒന്ന് പഠിക്കട്ടെ. എല്ലാം കൂടി പഠിക്കാൻ ഇനി പറ്റത്തില്ല. മിസ്സിന് ഉറപ്പുണ്ടല്ലോ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്, അത് മാത്രം ഒന്ന് പറഞ്ഞു. അപ്പം നീ 1 വർഷം മുഴുവൻ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് എന്നതാ കേട്ടത്, എന്നതാ പഠിച്ചത്? ആ മിസ്സേ, അങ്ങനെയൊന്നും ചോദിക്കല്ലേ മിസ്സേ, മിസ് ഇപ്പം അത് മാത്രം ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിനി 3-4 ചോദ്യം പറഞ്ഞു തന്നിട്ട് എങ്ങാനും ഗതി നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതില്ലാതെ വന്നു. അത് ഞാൻ സഹിച്ചു മിസ്സേ, അത് ഞാൻ സഹിച്ചു. ഇങ്ങനെ ഉഡായിപ്പ് രീതിയിൽ പരീക്ഷയെ സമീപിക്കുന്ന നല്ല വിദഗ്ധരായ ചില വിദ്യാർത്ഥികൾ എനിക്ക് എല്ലാ വർഷവും കിട്ടാറുണ്ട്. കാരണം സമയം ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കത്തില്ല. പിന്നെ ഒരിക്കലും വിദ്യാർത്ഥി ഒരു യാത്രയിൽ ട്രെയിനിൽ ബർത്ത് ബുക്ക് ചെയ്യുന്നു, സീറ്റ് ബുക്ക് ചെയ്യുന്നു, തിരുവനന്തപുരം വരെ പോയാൽ മതി. ഇതെന്താണ് ഇങ്ങനെയൊക്കെ ബർത്ത് ബുക്ക് ചെയ്യുന്നു, സീറ്റ് ബുക്ക് ചെയ്യുന്നു? അതെ, പിറ്റേ ദിവസം പരീക്ഷയുണ്ട്, അപ്പോൾ രാത്രി ബർത്തിലിരുന്ന് പഠിക്കാനാണ്. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ രാത്രി ബർത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ആ 5 മണിക്കൂറാണ് പഠിക്കാനുള്ളത്. പരീക്ഷ എഴുതാൻ പോകുക. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന സമയത്തെ അതിൻ്റേതായ മനോഹാരിതയിൽ, അതിൻ്റേതായ ആത്മാർത്ഥതയിൽ നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ താലന്തുകളുടെ ഉപമയെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തല്ലോ. പണമൊരു താലന്താണ്. പണമൊരു താലന്താണ്. ദൈവം നമുക്ക് നിർലോഭം തന്നിരിക്കുന്ന താലന്ത്. മറ്റേ താലന്തിൻ്റെ ഉപമയെ പോലെ 5ഉം 2ഉം ഒന്നുമല്ല, എല്ലാവർക്കും ഒരേപോലെ തന്നിരിക്കുന്ന താലന്താണ്. അത് മനോഹരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ചില ബിസിനസ് സ്ഥാപനങ്ങൾ, അപ്പോൾ ഞാൻ പ്രൈം ടൈം ദൈവത്തിന് കൊടുക്കുന്നതിന് കാര്യം പറഞ്ഞു, കുടുംബാംഗങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യം പറഞ്ഞു, പഠനത്തിന് കൊടുക്കേണ്ട കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ബിസിനസ് ലോകത്തിലേക്ക് വരികയാണ് കേട്ടോ. ബിസിനസ് ലോകത്തിൽ പണം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? ഷോർട്ട് ടൈം, ലോങ് ടൈം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില ലോങ് ടൈം ഗോൾസ് ഉണ്ടാകണം. 5 വർഷം കൊണ്ട് എൻ്റെ ഈ ബിസിനസ് ഇന്നടത്ത് ചെന്ന് നിൽക്കണം. എൻ്റെ പ്രോഡക്ട്സ്, എൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിലെ ഉൽപ്പന്നങ്ങൾ ഇത്രമാത്രം വൈവിധ്യമാകണം. എൻ്റെ എംപ്ലോയീസിൻ്റെ എണ്ണം എൻ്റെ ബിസിനസ്സിൽ ഇപ്പോൾ എനിക്ക് 4 ജോലിക്കാരാണെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ അത് 40 ജോലിക്കാരായി മാറണം. അങ്ങനെ ടൈം വെച്ചുകൊണ്ടുള്ള പ്ലാനിങ്, ഇത് ലോങ് ടൈം ഗോൾസാണ്. അതോടൊപ്പം തന്നെ ഷോർട്ട് ടൈം ഗോൾസ് എടുക്കണം. ഷോർട്ട് ടൈം ഗോൾസ് എന്ന് പറഞ്ഞ അർത്ഥം അടുത്ത 1 മാസത്തിനുള്ളിൽ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുകയും ഉൽപ്പാദനത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അസംസ്കൃത പദാർത്ഥങ്ങൾ വാങ്ങിക്കുമ്പോൾ അടുത്ത 1 മാസത്തിനുള്ളിൽ അതിൻ്റെ ചിലവ് ഇത്ര കുറയ്ക്കാൻ സാധിക്കണം. കറണ്ട് ചാർജ്, വെള്ളത്തിൻ്റെ ചാർജ്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ചാർജ് അടുത്ത മാസം എനിക്കൊന്ന് കുറച്ച് പിടിക്കണം. 1 മാസത്തിനുള്ളിൽ ഞാനതിനെ എന്നെ വരുതിയിലാക്കണം. ഇങ്ങനെ സമയം വെച്ചുകൊണ്ടുള്ള സാമ്പത്തിക പ്ലാനിങ്. കാരണം ടൈം ഈസ് മണി.
സമയം പണമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വ്യവസായ രംഗത്തും നമുക്ക് പുരോഗതി നേടാൻ പറ്റുന്നു. പല വ്യവസായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് 20% പ്രവർത്തനങ്ങളെ ചെയ്യുന്നുള്ളൂ. ബാക്കി 80% ഫലമുണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് വിദഗ്ധർ പറയുന്നത്. പല സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ നടന്നു പോകുന്നത് 20% ആൾക്കാരുടെ ആത്മാർത്ഥമായ ക്രയശേഷി കൊണ്ടാണ്. 80% ആൾക്കാരും അവർക്ക് തോന്നിയതുപോലെയാണ് അവിടെ പെരുമാറുന്നത്. നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 20% ആൾക്കാർ ആത്മാർത്ഥമായിട്ട് അവിടുത്തെ സമയം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. 80% ആൾക്കാരും ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നടന്ന് പോയി തീർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുവരുന്നതാണ് സമയം ഉപയോഗിക്കാൻ. ഇത് കൃഷിയുടെ രംഗത്തിൽ, വാണിജ്യത്തിൽ, മറ്റ് സേവന മേഖലകളിലെല്ലാം ഞാൻ ഈ പറഞ്ഞ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സമയം പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോയും പിന്നീട് കാറൽ മാർക്സും മൂല്യനിർണ്ണയ സിദ്ധാന്തം വെച്ചിട്ടുണ്ട്, വാല്യൂ തിയറി. അവർ അതിൻ്റെ വാല്യൂ പറയുന്നത്, ഒരു വസ്തുവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം നിശ്ചയിക്കുന്നത് ആ വസ്തു സൃഷ്ടിക്കാൻ ഉപയോഗിച്ച തൊഴിൽ സമയത്തെ അടിസ്ഥാനമാക്കിയിട്ട്. ദ ടൈം കോസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദ പ്രൊഡക്ഷൻ. ടൈം ഈസ് കോസ്റ്റ്. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ, ഇപ്പം നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കാൻ ഉപയോഗിച്ച സമയം വളരെ പ്രധാനപ്പെട്ടത്. എത്ര സമയം കൊണ്ട് ഇതെടുക്കാൻ പറ്റി, എത്ര സമയം കൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടന്നു, എത്ര സമയം കൊണ്ട് ഇതിൻ്റെ എഡിറ്റിംഗ് നടന്നു, എത്ര സമയം കൊണ്ട് ഇത് എയറിലേക്ക് പോയി. ടൈം, എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ടൈം അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞർ പറയുന്നത്. അതായത് ആ വസ്തു സൃഷ്ടിക്കാൻ ഉപയോഗിച്ച തൊഴിൽ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ മൂല്യം ഉണ്ടാക്കുന്നത്. ആ വ്യക്തി 1 മണിക്കൂർ പണിയെടുത്തു, അപ്പോൾ ഇത്ര രൂപ കൊടുക്കണം. ആ വ്യക്തി 5 മണിക്കൂർ പണിയെടുത്തു, ഇത്ര രൂപ കൊടുക്കണം. കാരണം അതിൻ്റെ കോസ്റ്റ് തീരുമാനിക്കുന്നത് ടൈമുമായിട്ട് വെച്ചുകൊണ്ടാണ്. ടൈമുമായിട്ട് വെച്ചു അങ്ങനെ ജോലി സ്ഥലത്തെ സേവന നിരക്കുകളൊക്കെ നിശ്ചയിക്കണം എന്ന് പറയുന്ന തിയറിയെക്കുറിച്ചാണ്. അവിടെയാണ് 8 മണിക്കൂർ സമയം ആണ്, 8 മണിക്കൂർ വിശ്രമമായിട്ട് സമയം, ഉറക്കം അല്ല ഷിഫ്റ്റ് തുടങ്ങിയ ഈ ഷിഫ്റ്റ് സമ്പ്രദായമൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഓവർ ടൈം എന്നുള്ള കൺസെപ്റ്റൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, ഇങ്ങനെയുള്ളതൊക്കെ ആ ഓവർ ടൈം എന്നുള്ള കൺസെപ്റ്റൊക്കെ വരുന്നത് ഈ ടൈമിൻ്റെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ യെസ്റ്റർഡേ ഈസ് പാസ്റ്റ്, അത് പോയി. ടുമോറോ ഈസ് അൺസർട്ടൺ, നമുക്ക് അറിഞ്ഞുകൂടാ. ടുഡേ ഈസ് വിത്ത് അസ്, ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇത് അമൂല്യമാണ്, ഇത് വിലയേറിയതാണ്, ഇത് മനോഹരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നലകളിൽ നിന്ന് പാഠം പഠിച്ച് നാളെകളെക്കുറിച്ച് ആദി പിടിക്കാതെ ഇന്ന് ജീവിക്കാൻ പഠിക്കുക. ദാറ്റ് മീൻസ് ഡോണ്ട് വറി അബൌട്ട് ദ പാസ്റ്റ്, ഡോണ്ട് ബി ആൻഷ്യസ് അബൌട്ട് ടുമോറോ, ബട്ട് ബി ഹാപ്പി ടുഡേ. ഇന്നലകളെക്കുറിച്ച് അസ്വസ്ഥരാവുകയും നാളെക്കുറിച്ച് വ്യാധി പിടിക്കുകയും ചെയ്യുന്നവൻ ഇന്ന് ജീവിക്കാൻ മറന്നുപോകുന്നു എന്നാണ് തിയറി. ഇന്ന് ജീവിക്കാൻ പഠിക്കാം. അതുപോലെ കഴിഞ്ഞുപോയ ഇന്നലകളെ ഓർത്ത്, ആ പാഴാക്കിയ സമയത്തെ ഓർത്ത് പരിതപിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും സമയം പാഴാക്കലാണ്. ചെല്ലുവെന്നോട് ഗൾഫിൽ എൻ്റെ 10 വർഷം ഞാൻ ഗൾഫിലായിരുന്നു, ആ 10 വർഷം കൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, ആ 10 വർഷം വെറുതെ പോയി. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അത് വെറുതെ പോയി, ഒന്നും നേടാൻ പറ്റിയില്ല, പോയതുപോലെ അതേ ജോലിക്ക് അതേ ശമ്പളത്തിന് അതേ കമ്പനിയിൽ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യാണ്. ഇങ്ങനെ പരിതപിച്ചിട്ട് എന്ത് കിട്ടാനാണ്? കഴിഞ്ഞുപോയ ഇന്നലകളെ ഓർത്ത് പരിതപിക്കണ്ട. വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ച് അസ്വസ്ഥമാണ്ട. എനിക്ക് ഇന്ന് മനോഹരമാക്കാൻ ഇന്ന് ദൈവം തന്നിരിക്കുന്ന 24 മണിക്കൂർ, ഈ 2025 കർത്താവ് എനിക്ക് ദാനമായി തന്ന സമയത്തെ നമുക്ക് അമൂല്യമായി ഉപയോഗിക്കാം. അമൂല്യമായി, ദൈവത്തിൻ്റെ ദാനമായി, ദൈവം നമ്മൾ നിക്ഷേപിച്ച താലന്തായി അതിനെ കണ്ടെത്തിക്കൊണ്ട് അതിനെ നമുക്ക് മനോഹരമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഓർക്കാം, വെയിലുള്ളപ്പോൾ തന്നെ വൈക്കോൽ ഉണക്കുന്നതാണ് ഉചിതം. നന്ദി.